Good morning, my dear students. ഇന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ജനറലൈസേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്. നമ്മൾ മെഷീൻ ലേണിങ്ങിൽ ജനറലൈസേഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിനെ കുറിച്ചാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ സാധാരണഗതിയിൽ ഏതൊരു മെഷീൻ ലേണിംഗ് മോഡൽ ജനറേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രക്രിയ ഞാനൊന്ന് വിവരിക്കാം. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു 100 ഡാറ്റാ സെറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 100 ഡാറ്റാ സെറ്റിൽ നമ്മൾ 100 ഡാറ്റാ സെറ്റ് എന്ന് പറഞ്ഞാൽ 100 എക്സാമ്പിൾസ് ആണ്. ആ എക്സാമ്പിൾസിനകത്ത് എന്തൊക്കെ കാണും? ഇൻപുട്ട് ഡാറ്റയും കാണും, ഔട്ട്പുട്ട് ഡാറ്റയും കാണും. ഈ ഇൻപുട്ട് ഡാറ്റയിൽ നിന്നും ഔട്ട്പുട്ട് ഈ എക്സാമ്പിൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 100 എക്സാമ്പിൾസ് ഉണ്ടെന്ന് വിചാരിക്കുക, 100 ടപ്പിൾസ് ഓഫ് എ ടേബിൾ എന്ന് വിചാരിക്കുക. ഈ 100 എക്സാമ്പിൾസിൽ 50 എക്സാമ്പിൾസിനെ നമ്മൾ ട്രെയിനിങ് ഡാറ്റ ആയിട്ട് എടുക്കും. 50 ബാക്കി വരുന്ന ഒരു 25 എണ്ണത്തെ ശരിക്കും യൂഷ്വൽ കോൺവെൻഷൻ എന്ന് വെച്ചാൽ ഒരു 100 ഡാറ്റ സെറ്റ് ഉണ്ടെങ്കിൽ അതിൽ 50% നമ്മൾ ട്രെയിനിങ് ഡാറ്റ ആയിട്ട് എടുക്കും. 25% നമ്മളൊരു വാലിഡേഷൻ ഡാറ്റ ആയിട്ടാണ് കണക്കാക്കുന്നത്. പിന്നെ ഒരു 25% ഡാറ്റയെ ടെസ്റ്റ് ഡാറ്റ ആയിട്ടും കണക്കാക്കും. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുന്നത്, ആദ്യമേ ഈ ട്രെയിനിങ് ഡാറ്റ എടുക്കും. ഈ ട്രെയിനിങ് ഡാറ്റയിൽ ഇൻപുട്ടും ഔട്ട്പുട്ടും ഉണ്ട്. ഏതെങ്കിലും ഒരു മെഷീൻ ലേണിംഗ് അൽഗോരിതം അപ്ലൈ ചെയ്യും ഈ ട്രെയിനിങ് ഡാറ്റയിൽ. അപ്പോൾ മെഷീൻ ലേണിംഗ് അൽഗോരിതം എന്ത് ചെയ്യുന്നു? ഈ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ എന്തൊക്കെ ബന്ധമുണ്ടോ, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് എങ്ങനെയാണെന്നത് അത് കണ്ടുപിടിച്ചിട്ട് അതൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യും. സോ വി സേ ദാറ്റ് ഒരു ഹൈപ്പോത്തിസിസ് ഡിറൈവ് ചെയ്തു എന്ന് പറയും. അപ്പോൾ ഈ ജനറേറ്റ് ചെയ്ത മെഷീൻ ലേണിംഗ് മോഡൽ ആദ്യമേ ട്രെയിനിങ് ഡാറ്റയിൽ നിന്ന് മെഷീൻ ലേണിംഗ് മോഡൽ ജനറേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ഹൈപ്പോത്തിസിസ് ഫോമുലേറ്റ് ചെയ്യും. ഈ ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ഡാറ്റ എന്ന് പറയുന്നത് ബാക്കി വരുന്ന 25% ഡാറ്റയാണ് ടെസ്റ്റ് ഡാറ്റ. ടെസ്റ്റ് ഡാറ്റയിൽ നമുക്ക് പറയാം, ടെസ്റ്റ് ഡാറ്റയിൽ നേരത്തെ നമ്മൾ ട്രെയിൻ ചെയ്ത ഡാറ്റ, സിമിലർ ഡാറ്റ ഉണ്ടാകാം, പുതിയ ഡാറ്റ ഉണ്ടാകാം. ഈ പുതിയ ഡാറ്റ നമ്മൾ ഈ ടെസ്റ്റിംഗ് ഇതിനകത്ത് നമുക്ക് പുതിയ ഡാറ്റ എടുത്തു കഴിഞ്ഞാൽ ഈ പുതിയ ഡാറ്റയിൽ 2 ഇൻപുട്ടും ഉണ്ട്, ഔട്ട്പുട്ടും ഉണ്ട്. അപ്പോൾ ഈ പുതിയ ഡാറ്റയുടെ, ഈ ടെസ്റ്റ് ഡാറ്റയുടെ ഇൻപുട്ട് ഈ മെഷീൻ ലേണിംഗ് മോഡലിലോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? മെഷീൻ ലേണിംഗ് മോഡൽ ഒരു ഔട്ട്പുട്ട് പ്രെഡിക്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ പ്രെഡിക്റ്റഡ് ഔട്ട്പുട്ട്. ഈ പ്രെഡിക്റ്റഡ് ഔട്ട്പുട്ടും ഏതുമായിട്ട് കമ്പയർ ചെയ്യും? ആക്ച്വൽ ഔട്ട്പുട്ട് നമ്മുടെ ടെസ്റ്റ് ഡാറ്റയുടെയും ഇൻപുട്ടും ഔട്ട്പുട്ടും ഉണ്ട്, അതിൻ്റെ ആക്ച്വൽ ഔട്ട്പുട്ടുമായിട്ട് കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്യുമ്പോൾ ഇത് രണ്ടും സെയിം ആണെങ്കിൽ ദ പ്രെഡിക്റ്റഡ് മോഡൽ ഈസ് അക്യുറേറ്റ്. പക്ഷേ ഇത് രണ്ടും സെയിം അല്ലെങ്കിൽ എന്താണ്? ദർ ഇസ് ആൻ എറർ. അപ്പോൾ ജനറലൈസേഷൻ എന്ന് പറയുന്നത്, നമ്മളൊരു ട്രെയിനിങ് ഡാറ്റ സെറ്റിൽ ഒരു മെഷീൻ ലേണിംഗ് മോഡൽ, ട്രെയിനിങ് ഡാറ്റ സെറ്റ് ഉപയോഗിച്ച് ഒരു മെഷീൻ ലേണിംഗ് മോഡൽ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മോഡൽ ടെസ്റ്റ് ഡാറ്റയിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് നിർണ്ണയിക്കുന്ന, അത് കറക്റ്റായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടോ എന്ന് നിർണ്ണയിക്കുന്ന ആ കോൺസെപ്റ്റിനെയാണ് ജനറലൈസേഷൻ എന്ന് പറയുന്നത്. സോ ജനറലൈസേഷൻ നമുക്ക് ഇച്ചിരി കൂടെ കറക്റ്റായിട്ട് അതിൻ്റെ ഒരു ഇത് പറയാം. സോ ഹൗ വെൽ എ മോഡൽ ട്രെയിൻഡ് ഓൺ എ ട്രെയിനിങ് സെറ്റ് predicts the right output for new instance is called generalization. ഇതിനകത്ത് ന്യൂ ഇൻസ്റ്റൻസസ് എന്ന് പറയുന്നത് ഏതാണ്? ട്രെയിനിങ് ഡാറ്റയിൽ ഇല്ലാത്ത ഇൻപുട്ട് ആയിരിക്കും ടെസ്റ്റ് ഡാറ്റയിലുള്ളത്. പക്ഷേ ഈ ടെസ്റ്റ് ഡാറ്റ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡൽ പ്രെഡിക്റ്റ് ചെയ്യാൻ, ട്രെയിനിങ് ഡാറ്റ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് മോഡൽ ജനറേറ്റ് ചെയ്ത ഹൈപ്പോത്തിസിസ് നമ്മൾ ഈ ട്രെയിനിങ് ഡാറ്റയുടെ ടെസ്റ്റ് ഡാറ്റയിലെ ഇൻപുട്ടിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടുന്ന റിസൾട്ടും ഈ ട്രെയിനിങ് ഡാറ്റയിൽ, ടെസ്റ്റ് ഡാറ്റയിൽ നമ്മൾ വെക്കുന്ന ആക്ച്വൽ ഔട്ട്പുട്ടും സെയിം ആയിരിക്കണം. സെയിം അല്ലെങ്കിൽ ഹൗ വെൽ ദ കോൺസെപ്റ്റ്സ് ലേൺഡ് ബൈ എ മെഷീൻ ലേണിംഗ് മോഡൽ അപ്ലൈ ടു സ്പെസിഫിക് എക്സാമ്പിൾസ് നോട്ട് സീൻ ബൈ ദ ലേണിംഗ് വെൻ ഇറ്റ് വാസ് ലേണിംഗ്. അതിനെയാണ്, അത് എത്ര നന്നായിട്ട് ചെയ്തു എന്ന് മെഷർ ചെയ്യുന്ന ആ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ ജനറലൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ട്രെയിനിങ് ഡാറ്റ ഉപയോഗിച്ച് ഒരു മെഷീൻ ലേണിംഗ് മോഡൽ ഉണ്ടാക്കി. ആ മോഡൽ ട്രെയിനിങ് ഡാറ്റയിലെ എല്ലാ ഡാറ്റയും പെർഫെക്റ്റ് ആയിട്ട് കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടും. ട്രെയിനിങ് ഡാറ്റയുടെ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ട്രെയിനിങ് ഡാറ്റയിലുള്ള ഔട്ട്പുട്ടും മോഡൽ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഔട്ട്പുട്ടും കറക്റ്റ് ആയിരിക്കും. പക്ഷെ നമ്മൾ ടെസ്റ്റ് ഡാറ്റ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഇൻപുട്ടും ഔട്ട്പുട്ടും കറക്റ്റ് ആകണമെന്നില്ല. അത് കറക്റ്റായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്? ദ മോഡൽ ഈസ് മോർ ജനറലൈസ്, നന്നായിട്ട് ജനറലൈസേഷൻ ഉണ്ടായി എന്ന് പറയാം.
ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് ഡേറ്റ കൊടുത്തു കഴിയുമ്പോൾ പുതിയ ഈ ട്രെയിനിങ് ഡേറ്റയിൽ ഇല്ലാത്ത ഇൻപുട്ടുകൾ വരുമ്പോഴും ആ മോഡൽ കറക്റ്റായിട്ട് ബിഹേവ് ചെയ്യുന്നില്ലെങ്കിൽ അപ്പോൾ മോഡൽ പ്രോപ്പറായിട്ട് ജനറലൈസ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നു. സോ ദ ഗോൾ ഓഫ് എ ഗുഡ് മെഷീൻ ലേണിംഗ് മോഡൽ ഈസ് ടു ജനറലൈസ് വെൽ ഫ്രം ദ ട്രെയിനിങ് ഡേറ്റ to any data from the problem domain. അപ്പോൾ നമ്മളൊരു സാധാരണ ഒരു മെഷീൻ ലേണിംഗ് പ്രോബ്ലത്തിൽ ഒരു ട്രെയിനിങ് ഡാറ്റ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് വെച്ച് ജനറേറ്റ് ചെയ്യുന്ന ഹൈപ്പോത്തിസിസ് അല്ലെങ്കിൽ മോഡൽ കറക്റ്റായിട്ട് പുതിയ ഡാറ്റ ഇൻപുട്സ് കൊടുക്കുമ്പോൾ, ആ ട്രെയിനിങ് ഡാറ്റയിൽ ഇല്ലാത്ത പുതിയ ഡാറ്റ ഇൻപുട്സ് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് ബിഹേവ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് എന്ത് പറയാൻ പറ്റും? ദ മോഡൽ ഈസ് ജനറലൈസ്ഡ് വെൽ എന്ന് പറയാൻ പറ്റും. So this allows to make predictions in the future on data the model has never seen. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് നന്നായിട്ട് ജനറലൈസ് ചെയ്ത മോഡൽ ഫ്യൂച്ചർ ആയിട്ടുള്ള ഏത് ഡേറ്റയും കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യും. ആ ട്രെയിനിങ് ഡേറ്റയിൽ ഇല്ലാത്ത ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് വാട്ട് ഈസ് കോൾഡ് ആസ് ജനറലൈസേഷൻ. ഇനി ഈ മോഡൽ ജനറലൈസേഷനിൽ രണ്ട് ഡിഫറെൻറ്റ് കോൺസെപ്റ്റുകളുണ്ട്. ഒന്ന് അണ്ടർ ഫിറ്റിംഗ് ആൻഡ് ഓവർ ഫിറ്റിംഗ്. ഇത് ഞാൻ ഒരു ചെറിയ എക്സാമ്പിളിലൂടെ നമുക്ക് ഈ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് വിവരിക്കാം. നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു യൂണിവേഴ്സിറ്റി, നമ്മളിപ്പോൾ എൻജിനീയറിങ്ങിനാണെങ്കിൽ പോലും നമ്മളൊരു യൂണിവേഴ്സിറ്റി എക്സാമിന് വേണ്ടി പഠിക്കുകയാണ്. കുട്ടികൾ പഠിക്കുന്ന ആ ഒരു പ്രക്രിയയെ ട്രെയിനിങ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ആണെന്ന് വിചാരിക്കുക. ഈ സബ്ജക്റ്റിൽ 6 മോഡ്യൂൾ ഉണ്ടെന്ന് വിചാരിക്കുക. കുട്ടികൾ എന്ത് ചെയ്യുന്നു? ചില കുട്ടികൾ എന്ത് ചെയ്യുന്നു? 2 മോഡ്യൂൾ മാത്രമേ പഠിക്കത്തുള്ളൂ, ബാക്കിയുള്ള 4 മോഡ്യൂളും സ്കിപ്പ് ചെയ്യും. അപ്പോൾ ട്രെയിനിങ് ഡാറ്റ, അപ്പോൾ ഈ പഠനം എന്ന പ്രോസസ്സ് നമ്മൾ മെഷീൻ ലേണിങ്ങിൻ്റെ ഏതുമായിട്ട് അനലോഗസ്, ദ ട്രെയിനിങ് പ്രോസസ്സ് ഇൻ ദ മെഷീൻ ലേണിങ്ങിനെ നമ്മൾ പഠനം എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഈ 2 മോഡ്യൂളിലെ ടെസ്റ്റിൻ്റെ പുറയിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഒരു കുട്ടി പഠിച്ചു. അടുത്ത കുട്ടി എന്ത് ചെയ്തു? ആ 6 മോഡ്യൂളും മൊത്തം അതിൻ്റെ പുറയിലുള്ള ടെസ്റ്റിലുള്ള എല്ലാവിധ എക്സസൈസും പ്രോബ്ലംസും എല്ലാം പഠിച്ചു. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റുഡൻറ്റ് 1 എന്ത് പഠിച്ചു? 2 മോഡ്യൂളിലും അതിൻ്റെ അത്ര ടെക്സ്റ്റിൻ്റെ പുറയിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും പഠിച്ചു. രണ്ടാമത്തെ സ്റ്റുഡൻറ്റ് എന്ത് ചെയ്തു? 6 മോഡ്യൂളും ആ ടെക്സ്റ്റ് മുഴുവനും ആ ടെക്സ്റ്റിൻ്റെ പുറയിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും പഠിച്ചു. ഈ 2 കുട്ടികളുടെ പഠനവും നമുക്ക് മെഷീൻ ലേണിങ്ങിൻ്റെ ആംഗിളിൽ നമുക്ക് എങ്ങനെ പറയാം? These 2 students are undergoing training. First students trained only 2 modules. Second students trained all the 6 modules. Okay. ഇനി യൂണിവേഴ്സിറ്റി എക്സാം എഴുതുന്നു എന്ന് വിചാരിക്കുക. യൂണിവേഴ്സിറ്റി എക്സാം എഴുതുന്നു എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോൾഡ് ആസ് ദി ടെസ്റ്റിംഗ് ഫേസ്. നമ്മൾ ശരിക്കും മെഷീൻ ലേണിങ്ങുമായിട്ട് നമ്മൾ ഇത് കോറിലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു ടെസ്റ്റിംഗ് ഫേസിൽ. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ എന്തൊക്കെ ചോദിക്കാം? ഒന്നുകിൽ ഈ ടെസ്റ്റിൻ്റെ പുറയിലുള്ള ക്വസ്റ്റ്യൻസ് അതുപോലെ ചോദിക്കാം, കുറച്ച് ആപ്ലിക്കേറ്റീവ് ക്വസ്റ്റ്യൻസും ചോദിക്കാം. ഇപ്പോൾ ആദ്യത്തെ സ്റ്റുഡൻറ്റ്, ആ 2 മോഡ്യൂൾ പഠിച്ച സ്റ്റുഡൻറ്റ് യൂണിവേഴ്സിറ്റി ടെസ്റ്റ് എഴുതുമ്പോൾ ആ സ്റ്റുഡൻറ്റിന് ഏതായിരിക്കും ആൻസർ ചെയ്യാൻ പറ്റുന്നത്? ടെസ്റ്റിൻ്റെ പുറകിൽ പഠിച്ചിട്ടുള്ള ടെസ്റ്റിൻ്റെ പുറയിലുള്ള കോൺസെപ്റ്റ് 2 മോഡ്യൂളിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്തു. അതൊരു 30 മാർക്കിൻ്റെ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 30 മാർക്കിനുള്ളത് കറക്റ്റായിട്ട് ആൻസർ ചെയ്തു, 70 മാർക്കിനുള്ളത് തെറ്റായിട്ട് ആൻസർ ചെയ്തു. ഇനി രണ്ടാമത്തെ സ്റ്റുഡൻ്റ് എടുക്കുക. രണ്ടാമത്തെ സ്റ്റുഡൻറ്റ് എന്താ ചെയ്തത്? 6 മോഡ്യൂളും പഠിച്ചിട്ടുണ്ട്, പക്ഷേ 6 മോഡ്യൂളിൽ നിന്നും യൂണിവേഴ്സിറ്റിക്ക് എക്സാമിനേഷന് ഇത് തന്നിട്ടുണ്ട്. പക്ഷേ ഈ എക്സാമിനേഷനുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ 60% ടെസ്റ്റിൻ്റെ പുറയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നുള്ളൂ, 40% ടെസ്റ്റിൻ്റെ പുറയിലുള്ള ക്വസ്റ്റ്യൻസ് ഇല്ലായിരുന്നു. അപ്പോൾ 40% ആപ്ലിക്കേറ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു? ഈ കുട്ടി എന്ത് ചെയ്തു? 60% ക്വസ്റ്റ്യൻസ് എഴുതി, ബാക്കി 40% ക്വസ്റ്റ്യൻസ് തെറ്റിച്ചു. അപ്പോൾ സ്റ്റുഡൻറ്റ് 1 എത്ര ശതമാനം തെറ്റിച്ചു? 60% തെറ്റിച്ചു, 70% തെറ്റിച്ചു. സ്റ്റുഡൻറ്റ് 2 എന്ത് ചെയ്തു? 40% തെറ്റിച്ചു. അപ്പോൾ നമുക്ക് സ്റ്റുഡൻറ്റ് 1, അപ്പോൾ ഇതിനകത്ത് ടെസ്റ്റിംഗ് ഫേസിൽ എന്ത് സംഭവിച്ചു? അക്യുറസി എത്രയായി? അക്യുറസി ആദ്യത്തെ സ്റ്റുഡൻറ്റ് 1-ന് only 30%, സ്റ്റുഡൻറ്റ് 2-ന് 60%. ഇതാണ് ആയത്. അപ്പോൾ ആദ്യത്തെ കേസിൽ ആദ്യത്തെ സ്റ്റുഡൻറ്റ് നമ്മൾ എന്ത് പറയുന്നു? അണ്ടർ ഫിറ്റിംഗ് ആണെന്ന് പറയും. അണ്ടർ ഫിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ട്രെയിനിങ് ഡേറ്റയിലെ എല്ലാ ഇതും കവർ ചെയ്തിട്ടില്ല. സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് എൻ അണ്ടർ ഫിറ്റിംഗ്. ഇനി കവർ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഈ കുട്ടിക്ക് എന്ത് പറ്റി? എക്സാമിനേഷന് വരുമ്പോൾ 30 മാർക്കിൻ്റെ ആൻസർ ചെയ്യാൻ, 2 മോഡ്യൂളിൽ നിന്ന് 30 മാർക്കിൻ്റെ ആൻസർ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. ഓക്കെ,
ഇനി രണ്ടാമത്തെ കേസ് സ്റ്റുഡൻറ്റ് 2-ന് എന്ത് സംഭവിച്ചു? സ്റ്റുഡൻറ്റ് 2 എല്ലാം പഠിച്ചു. 6 മോഡ്യൂളിലെയും ടെസ്റ്റിൻ്റെ പുറയിലുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും കൃത്യമായി ലേൺ ചെയ്തു. ഓക്കെ, പക്ഷെ പരീക്ഷയ്ക്ക് ചോദിച്ചത് എന്താണ്? ടെസ്റ്റിൻ്റെ പുറയിലല്ലാതെ ഒരു 40% ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അപ്പോൾ എന്ത് പറ്റി? ഈ കുട്ടിക്ക് 60% മാർക്കേ മേടിക്കാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ സ്റ്റുഡൻറ്റ് 1-നും സ്റ്റുഡൻറ്റ് 2-ഉം പ്രോപ്പറായിട്ട് ഈ ടെസ്റ്റിംഗ് ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഈക്വലിംഗ് ടു ഈ യൂണിവേഴ്സിറ്റി എക്സാം എഴുതുന്നത് എന്താണ്? ടെസ്റ്റിംഗ്. അപ്പോൾ ഇത് ട്രെയിനിങ് ഫേസിൽ അണ്ടർ ഫിറ്റിങ്ങിൽ എന്താണ്? എല്ലാ പോസിബിൾ ഇതും ട്രെയിൻ ചെയ്തിട്ടില്ല. സോ ഇറ്റ് ഈസ് അണ്ടർ ഫിറ്റഡ്. പക്ഷേ രണ്ടാമത്തെ സ്റ്റുഡൻറ്റ് എന്ത് ചെയ്യുന്നു? ഓവർ ഫിറ്റിംഗ് ആയി, എല്ലാം പഠിച്ചു, 6 മോഡ്യൂളിൽ എല്ലാം പഠിച്ചു. പക്ഷേ ടെസ്റ്റ് എഴുതിയപ്പോൾ എന്ത് സംഭവിച്ചു? 2 എണ്ണത്തിൻ്റെയും പെർഫോമൻസ് മോശമായി. ടെസ്റ്റ് ഡേറ്റ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ, അപ്പോൾ നമ്മൾ ഈ കേസിൽ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ഡേറ്റയാണ്. ടെസ്റ്റ് ഡേറ്റ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ ബുക്കിൽ ഇല്ലാത്ത സംഭവങ്ങൾ, പുതിയ ക്വസ്റ്റ്യൻസ് ചോദിച്ചപ്പോൾ ഈ 2 കുട്ടികൾക്കും ചെയ്യാൻ സാധിച്ചില്ല. ഇത് ചെയ്യാൻ സാധിക്കുന്ന ഒരു സംഭവമാണെങ്കിൽ നമുക്ക് എന്ത് പറ്റും? ദ മോഡൽ ഈസ് ജനറലൈസ്ഡ്. അപ്പോൾ ഈ അണ്ടർ ഫിറ്റിങ്ങും ഓവർ ഫിറ്റിങ്ങും എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൽ 2 ഇതിലും മോഡൽ ജനറലൈസ് ചെയ്യപ്പെടുന്നില്ല. മോഡൽ അക്യുറേറ്റ് ആയിട്ട് ഉള്ള റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ്? ഒന്നിനകത്ത് ട്രെയിനിങ് ഡേറ്റയിലും എല്ലാ പോസിബിൾ കേസസും കവർ ചെയ്തിട്ടില്ല, അതുകൊണ്ട് പറ്റിയില്ല. രണ്ടാമത്തേൽ എല്ലാ കേസസും അത് കവർ ചെയ്തു, പക്ഷേ അതിൽ നിന്ന് ആപ്ലിക്കേറ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന് എങ്ങനെ ആൻസർ ചെയ്യണമെന്ന് ഈ രണ്ടാമത്തെ സ്റ്റുഡൻറ്റ് പഠിച്ചില്ല. അതുകൊണ്ട് ഇത് സ്റ്റുഡൻറ്റ് ഈസ് ഓവർ ഫിറ്റിംഗ്. അപ്പോൾ അണ്ടർ ഫിറ്റിങ്ങിൽ എന്ത് പറ്റും? നമ്മൾ ട്രെയിനിങ് ഡാറ്റയിൽ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ മുഴുവൻ അക്യുറേറ്റ് റിസൾട്ട് കിട്ടത്തില്ല. അറ്റ് ദ സെയിം ടൈം ടെസ്റ്റ് ഡേറ്റയിൽ കൊടുത്താലും അക്യുറേറ്റ് റിസൾട്ട് കിട്ടത്തില്ല. ഓവർ ഫിറ്റിങ്ങിലാണെങ്കിൽ എന്ത് സംഭവിക്കും? ട്രെയിനിങ് ഡേറ്റയിൽ അക്യുറേറ്റ് ആയിട്ടുള്ള നമ്മൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പ്രൊഡിക്റ്റ് ചെയ്യും. പക്ഷേ ടെസ്റ്റ് ഡേറ്റ വരുമ്പോഴത്തേക്കും ആ അക്യുറസി നമുക്ക് കിട്ടാതെ വരും. സോ ദീസ് 2 ആർ ദ പ്രോബ്ലംസ് ഒക്കെ ഇൻ ജനറലൈസിങ് എ മോഡൽ, അണ്ടർ ഫിറ്റിംഗ് ആൻഡ് ഓവർ ഫിറ്റിംഗ്. ഞാനിപ്പോൾ അതിൻ്റെ ആ കോൺസെപ്റ്റ് ഇച്ചിരി കൂടെ ക്ലിയർ ആയിട്ട് ഇതിനകത്ത് പറയുന്നു. ഇറ്റ് ഈസ് ദ പ്രൊഡക്ഷൻ ഓഫ് എ മെഷീൻ ലേണിംഗ് മോഡൽ ദാറ്റ് ഈസ് നോട്ട് കോംപ്ലെക്സ് ഇനഫ് ടു ക്യാപ്ചർ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡാറ്റാ സെറ്റ്സ്, ഫീച്ചർ ആൻഡ് എ ടാർഗറ്റ് വേരിയബിൾ. Overfitting is the production of an analysis which corresponds too closely or exactly to a particular set of data and may therefore fail to fit additional data or predict future observations reliably. ഇതിനകത്ത് നമ്മൾ ആദ്യത്തെ കേസിൽ എന്താണ്? കുട്ടി കുറച്ചേ പഠിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് എല്ലാ റിലേഷൻഷിപ്പും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. സോ ഇറ്റ് ഈസ് അണ്ടർ ഫിറ്റിംഗ്. രണ്ടാമത്തെ കേസിൽ ട്രെയിനിങ് ഡേറ്റയിലെല്ലാം ക്യാപ്ചർ ചെയ്തു. ആ ട്രെയിനിങ് ഡേറ്റയിൽ നിന്ന് എന്തെങ്കിലും വ്യത്യസ്തമായ ഒരു ക്വസ്റ്റ്യൻ, അതായത് ആ ടെസ്റ്റിൻ്റെ പുറയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ആൻസർ ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് അതിന് റിസൾട്ട്സ് മോശമായി. അപ്പോൾ ആൻഡ് ദ ഫെയിൽ ടു ഫിറ്റ് അഡീഷണൽ ഡേറ്റ ഓർ പ്രെഡിക്റ്റ് ഫ്യൂച്ചർ ഒബ്സർവേഷൻസ് റിലയബിളി. അപ്പോൾ അതുകൊണ്ട് അതിനെ ഓവർ ഫിറ്റിംഗ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലോട്ട് വന്നു എന്ന് പറയാം. ഇപ്പോൾ ഇത് ഞാൻ വേറൊരു എക്സാമ്പിൾസിൽ കാണിക്കാം. ഇതൊരു എക്സാമ്പിൾ ഡാറ്റ സെറ്റാണ്. ഇതിനകത്ത് ആദ്യത്തെ ഫിഗർ എടുക്കുക, ഇതാണ് ഡാറ്റ സെറ്റ്. ഓക്കെ, ഈ ഡാറ്റ സെറ്റിനെ ട്രെയിൻ ചെയ്തപ്പോൾ എന്ത് കിട്ടി? ഈ രണ്ടാമത്തെ ഫിഗറിൽ ഒരു മോഡൽ കിട്ടി. ഇതാണ് മോഡൽ. ദിസ് ഈസ് എ മെഷീൻ ലേണിംഗ് മോഡൽ. ഓക്കെ, ദിസ് ഈസ് എ കർവ്. ഈ കർവിന് ഒരു ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷൻ ജനറേറ്റ് ചെയ്തു. അപ്പോൾ ഇതിനകത്ത് ഇത് ഈ ഇക്വേഷനാണ് ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇതിന് അടുത്തോട് വരുന്ന ഏത് ഡേറ്റയും ഏകദേശം കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദിസ് ഈസ് ദ ജസ്റ്റ് റൈറ്റ് മോഡൽ എന്ന് പറയും. കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് ആക്ച്വൽ ഡേറ്റയും പ്രെഡിക്റ്റഡ് ഡേറ്റയും തമ്മിലുള്ള ഡീവിയേഷൻ വളരെ കുറവാണ്. യു ക്യാൻ സി ഇതുമായിട്ട് ഡീവിയേറ്റ് ചെയ്യുന്നത് ഇതാണ്. ആക്ച്വൽ പ്രഡിക്ഷനും ആക്ച്വൽ ഡേറ്റയും എക്സ്പെക്റ്റഡ് പ്രെഡിക്റ്റഡ് വാല്യൂ തമ്മിലുള്ള ഡീവിയേഷൻ വളരെ കുറവാണ്. അപ്പോൾ ഇതിനകത്ത് മാക്സിമം പോയിന്റ്സ്, ഡാറ്റ പോയിന്റ്സ് ഈ ലേണിംഗ് മോഡൽ കവർ ചെയ്യുന്നുണ്ട്. സോ ദിസ് ഈസ് കോൾഡ് ആസ് എ റൈറ്റ് ഫിറ്റ് മോഡൽ. ഇനി ഈ മൂന്നാമത്തെ ഇത് നോക്കാം. ഇതിനകത്ത് നമ്മൾ ഒത്തിരി ഡാറ്റ പോയിന്റ്സ് ഉണ്ട്. ഇതിനകത്ത് വളരെ കുറച്ച് പോയിന്റ്സ് മാത്രമേ ഈ ലൈൻ എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഈസ് ദ മെഷീൻ ലേണിംഗ് മോഡൽ ജനറേറ്റഡ് ബൈ ദ ലേണിംഗ് അൽഗോരിതം ആഫ്റ്റർ അപ്ലൈയിങ് ദ ട്രെയിനിങ് ഡാറ്റ സെറ്റ്. ട്രെയിനിങ് ഡാറ്റ സെറ്റ് അപ്ലൈ ചെയ്തപ്പോൾ ജനറേറ്റ് ചെയ്ത മെഷീൻ ലേണിംഗ് മോഡലാണ്. പക്ഷേ ഇതിനകത്തുള്ള കുഴപ്പം എന്താണ്? മാക്സിമം ഡാറ്റ പോയിന്റ്സുകൾ ഒന്നും കവർ ചെയ്തിട്ടില്ല. മിനിമം ഡാറ്റ പോയിന്റ്സേ കവർ ചെയ്തിട്ടുള്ളൂ. സോ ദിസ് ഈസ് ആൻ അണ്ടർ ഫിറ്റിംഗ് മോഡൽ. ഇനി ഡിയിലുള്ള ഇത് നോക്കിക്കോ. ഇതിനകത്ത് എല്ലാ പോയിന്റ്സും കവർ ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ 6 മോഡ്യൂളും പഠിച്ചതെന്ന് പറഞ്ഞ പോലെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട്.
പക്ഷേ ഒരു ടെസ്റ്റ് ഡേറ്റ this will be covering working perfectly well for the training data. ഇതെല്ലാം ട്രെയിനിങ് ഡേറ്റയാണ്. പക്ഷെ ടെസ്റ്റ് ഡേറ്റ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് പറ്റുന്നു, ഈ മോഡൽ കറക്റ്റായിട്ട് ബിഹേവ് ചെയ്യുന്നില്ല, ഇതേ ആക്യുറസി ടെസ്റ്റ് ഡേറ്റയിൽ കിട്ടാതെ വരുന്നു. സോ ദിസ് ഈസ് എ കേസ് ഓഫ് ഓവർ ഫിറ്റിംഗ് ദ മോഡൽ. ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ ഓവർ ഫിറ്റിംഗ് ദി മോഡൽ. സോ അത് ഇതിനകത്ത് പറയുന്നു, ഫോർ ദ ഡാറ്റ സെറ്റ് ഷോൺ അബൌ ദ കറക്റ്റ് ഫിറ്റ് ഈസ് ഷോൺ ഇൻ ദ ഫിഗർ ബി. A linear regression model shown in the third figure does not seem to capture the essential features of the data set. So this model suffers from underfitting. In the fourth figure, a regression model corresponds too closely to the given set and hence does not accommodate small random noises in the data set. Hence it suffers from overfitting. Okay. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഈ ഓവർഫിറ്റിങ്ങിനൊക്കെ ഇപ്പോൾ ഇതിനകത്തൊരു ടെസ്റ്റ് ഡാറ്റ ഒരു ഡാറ്റ പോയിന്റ് ഇതിൽ നിന്നും വേരി ചെയ്ത് വരികയാണെങ്കിൽ അതിനെ പ്രോപ്പറായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ ഓവർഫിറ്റിംഗ് മോഡലിൻ്റെ ഒരു പ്രശ്നം. ഇനി അതിനകത്ത് വേറൊരു എക്സാമ്പിളും കൂടെ പറയുന്നു. കൺസിഡർ എ ക്ലാസിഫിക്കേഷൻ ബൗണ്ടറി ഫോർ എ ഡാറ്റ സെറ്റ് വിത്ത് 2 ലേബൽസ്. ദ കർവ്ഡ് ലൈൻ ഷോസ് ദ ക്ലാസിഫിക്കേഷൻ ബൗണ്ടറി. ഞാൻ ഇതിനകത്ത് അടുത്തൊരു എക്സാമ്പിൾ കാണിച്ചു. ഓക്കെ, ഇതിനകത്ത് എന്ത് സംഭവം, ഇതിനകത്തൊരു ബൈനറി ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം ആണ്. ഓക്കെ, ഈ ബൈനറി ക്ലാസിഫിക്കേഷൻ പ്രോബ്ലത്തിൽ +4 1 ക്ലാസ് ആൻഡ് ഹോളോ സർക്കിൾ റെപ്രസെൻറ്റ്സ് ദ സെക്കൻഡ് ക്ലാസ്. ഇതിനകത്ത് ആദ്യമേ ഒരു സെറ്റ് ഓഫ് ട്രെയിനിങ് ഡാറ്റ ഉപയോഗിച്ച് ട്രെയിൻ ചെയ്തപ്പോൾ മോഡൽ ജനറേറ്റ് ചെയ്ത ഹൈപ്പോത്തിസിസ് ഈ ലൈനാണ്. ഈ ലൈനിൻ്റെ പ്രത്യേകത എന്താണ്, ഇതിനകത്ത് ഇതിൻ്റെ ഇവിടെയുള്ള ഈ ഡാറ്റകളെല്ലാം പ്രോപ്പറായിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. കണ്ടോ, ഇതെല്ലാം തെറ്റായിട്ടാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഈ ഡാറ്റയൊക്കെ പോസിറ്റീവായിട്ടാണ്, ഈ റീജിയനിൽ വരുന്ന ഡാറ്റകളെല്ലാം എന്തായിട്ടാണ് പോസിറ്റീവായിട്ടായിരിക്കും മോഡൽ പ്ലസ് ആയിട്ടായിരിക്കും റെക്കഗ്നൈസ് ചെയ്യുന്നത്. ബട്ട് ആക്ച്വലി ഇത് അപ്പുറത്തെ ക്ലാസ്സിലുള്ള ഡാറ്റയാണ്. ഓക്കെ, സോ ദിസ് ഈസ് ആൻ അണ്ടർ ഫിറ്റിംഗ്. കാര്യം ഈ മോഡൽ ഈ ഡാറ്റയെ പൂർണ്ണമായിട്ടും ക്ലാസിഫൈ ചെയ്യുന്ന രീതിയിൽ വന്നിട്ടില്ല. ഇനി ഈ രണ്ടാമത്തത് ഇതേ ട്രെയിനിങ് ഡേറ്റിൽ വേറൊരു ഇത് വന്നു. കണ്ടോ, ഇതിനകത്ത് നോക്കിക്കോ, ഇതിനകത്ത് മാക്സിമം ഈ ബൗണ്ടറി കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ബൗണ്ടറി കവർ ചെയ്യാതെ വരുന്ന ഒരു പോയിന്റ് മാത്രമേ ഇപ്പുറത്തോട്ട് വന്നിട്ടുള്ളൂ, ബാക്കിയെല്ലാം പ്രോപ്പറായിട്ട്. സോ ദിസ് ഹൈപ്പോത്തിസിസ് ഓർ ദിസ് ലേണിംഗ് മോഡൽ ഈസ് ദ റൈറ്റ് ഫിറ്റിംഗ്. ഓക്കെ, ഇനി അണ്ടർ ഫിറ്റിങ്ങിൽ നമ്മൾ നോക്കിയോ, കണ്ട ഇത് പ്രോപ്പറായിട്ട് ഈ ബൗണ്ടറിയിലെല്ലാം കവർ ചെയ്തു. അപ്പോൾ ഈ പർട്ടിക്കുലർ ട്രെയിനിങ് ഡാറ്റ സെറ്റിനെ ഉപയോഗിച്ച് ഇത് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തു. പക്ഷേ ഈ ഒരു ടെസ്റ്റ് ഡാറ്റ, ഫോർ എക്സാമ്പിൾ ഒരു ടെസ്റ്റ് ഡാറ്റ ഇവിടെ വരുന്ന ഈ റീജിയനിൽ വരുന്ന ഒരു ടെസ്റ്റ് ഡാറ്റ ആണെന്ന് വിചാരിക്കുക. ആക്ച്വലി അത് പോസിറ്റീവ് ആണെങ്കിൽ ഈ മോഡൽ ക്യാപ്ചർ ചെയ്യത്തില്ല, തെറ്റായിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ വരുന്നൊരു ഡാറ്റ പോസിറ്റീവ് ആണ്, ഈ പർട്ടിക്കുലർ ഏരിയ വരുന്ന ഡാറ്റ പോസിറ്റീവ് ആണ്, പക്ഷേ അത് നെഗറ്റീവായിട്ടായിരിക്കും ഈ മോഡൽ കാണിക്കുന്നത്. അപ്പോൾ ദിസ് മോഡൽ സഫേഴ്സ് ഫ്രം അണ്ടർ ഫിറ്റിംഗ് ആൻഡ് ദിസ് മോഡൽ സഫേഴ്സ് ഫ്രം റൈറ്റ് ഫിറ്റിംഗ്. ദിസ് മോഡൽ ഈസ് ദ ആക്യുറേറ്റ് മോഡൽ. സോ നമുക്ക് ജനറലൈസേഷൻ വെച്ച് പറയുമ്പോൾ ഈ ബിയിൽ കാണുന്ന ഈ റൈറ്റ് ഫിറ്റിംഗിൽ കാണുന്ന മോഡലാണ് ഈസ് മോർ ജനറലൈസ്ഡ് വിത്ത് ദി ടെസ്റ്റ് ഡാറ്റ. ട്രെയിനിങ് ഡാറ്റ അപ്ലൈ ചെയ്ത് ഇറ്റ് ഈസ് മോർ ജനറലൈസ്ഡ് വിത്ത് ദി ടെസ്റ്റ് ഡാറ്റ. സോ ദാറ്റ് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് അണ്ടർ ഫിറ്റിംഗ് ആൻഡ് ഇനി എങ്ങനെയാണ് നമ്മൾ അണ്ടർ ഫിറ്റിങ്ങും ഓവർ ഫിറ്റിങ്ങും ആണെന്ന് എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? അതിനകത്ത് ഞാൻ പറയുന്നു, നമ്മളിപ്പോൾ ഒരു മോഡൽ, നമ്മളൊരു കുറച്ച് ഡാറ്റ എടുത്തു. ഫോർ എക്സാമ്പിൾ ഒരു 100 ഡാറ്റ സെറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലാതെ 50 ഡാറ്റ എടുത്ത് ട്രെയിൻ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ട്രെയിനിങ് ഡാറ്റയിൽ നമ്മൾ ട്രെയിനിങ് ഡാറ്റയുടെ ഇൻപുട്ട് കൊടുക്കുമ്പോൾ മോഡൽ ജനറേറ്റ് ചെയ്യുന്ന പ്രെഡിക്റ്റഡ് ഔട്ട്പുട്ടും കൂടാതെ ട്രെയിനിങ് ഡാറ്റയുടെ ആക്ച്വൽ ഔട്ട്പുട്ടും കറക്റ്റ് ആണെങ്കിൽ ദാറ്റ് മോഡൽ ഈസ് വർക്കിംഗ് ഫൈൻ ഫോർ ട്രെയിനിങ് ഡാറ്റ. ട്രെയിനിങ് ഡാറ്റയിൽ നന്നായിട്ട് വർക്ക് ചെയ്തു എന്ന് വിചാരിക്കും. ഓക്കെ, ഇനി ഈ മോഡല് ടെസ്റ്റ് ഡേറ്റയിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഈ മോഡൽ ടെസ്റ്റ് ഡേറ്റയിൽ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദിസ് മോഡൽ ഈസ് ക്വൈറ്റ് ജനറലൈസ്ഡ്. അപ്പോൾ പ്രശ്നമൊന്നുമില്ല, ദർ ഇസ് നോ ക്വസ്റ്റ്യൻ ഓഫ് അണ്ടർ ഫിറ്റിംഗ് ഓർ ഓവർ ഫിറ്റിംഗ്. ഇപ്പോൾ നമ്മളൊരു മെഷീൻ ലേണിംഗ് മോഡൽ ജനറേറ്റ് ചെയ്തു, ഒരു ട്രെയിനിങ് ഡേറ്റ ജനറേറ്റ് ചെയ്തു, ആ ടെസ്റ്റ് ഡേറ്റയിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് അണ്ടർ ഫിറ്റിങ്ങും ഇല്ല ഓവർ ഫിറ്റിങ്ങും ഇല്ല. ദിസ് മോഡൽ ഈസ് ദി റൈറ്റ് മോഡൽ.
ഇനി ഇത് നന്നായിട്ട് ടെസ്റ്റ് ഡേറ്റയിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ ആദ്യം എന്ത് ചെക്ക് ചെയ്യും? ട്രെയിനിങ് ഡേറ്റയിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. ട്രെയിനിങ് ഡേറ്റയായിട്ട് പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദ മോഡൽ ഈസ് അണ്ടർ ഫിറ്റഡ്. ഇനി ട്രെയിനിങ് ഡേറ്റയിൽ ഇത് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് എങ്കിൽ ഇത് ഓവർ ഫിറ്റഡ് ആണെന്ന് പറയും. So this is the case to identify whether a model is overfitted or underfitted. അപ്പോൾ ട്രെയിനിങ് ഡാറ്റ സെറ്റിൽ നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുമ്പോൾ അത് ജനറേറ്റ് ചെയ്യുന്ന വാല്യൂയും പക്ഷേ ആക്ച്വൽ മോഡലിൻ്റെ വാല്യൂയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. സോ ദിസ് പെർഫോം വെൽ ഓൺ ട്രെയിനിങ് ഡാറ്റ സെറ്റ് ആസ് വെൽ ആസ് അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് ഓവർഫിറ്റഡ്. Not performing well on training data, it is called as underfitted. So what is the solution for overfitting and underfitting? ഇപ്പോൾ നമ്മളൊരു മോഡൽ ഉണ്ടെങ്കിൽ underfitting ആണെങ്കിൽ move to complex models. ആ മോഡലിന് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ underfitting ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? ഈ മോഡൽ ഇച്ചിരിയും കൂടെ കർവ് ചെയ്ത് കൃത്യമായിട്ട് അതിനെ കവർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. ഇനി overfitting ആണെങ്കിൽ എന്താണ്? We have to regularize the model. Regularize the model എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ അർത്ഥം? ഈ കർവ് സ്മൂത്തൻ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഈ സ്മൂത്തൻ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് പറ്റും? ഈ കർവ് ഇങ്ങനെ പോകുന്ന കർവ് കറക്റ്റായിട്ട് സ്മൂത്തൻ ചെയ്ത് വരുമ്പോഴത്തേക്കും you will get a clear model that clearly gives this. So ഈ രണ്ട് പ്രോസസ്സാണ്. ഒന്ന് റെഗുലറൈസ്, ഓവർഫിറ്റിംഗ് ആണെങ്കിൽ മോഡലിനെ റെഗുലറൈസ് ചെയ്യുക, അണ്ടർഫിറ്റ് ആണെങ്കിൽ move to more complex models. So these are the things related with overfitting and underfitting.